ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഒരു പ്രഷർ ഉണ്ടോ? ഈ താടിക്കാരനെ വിളിക്കുന്നതുകൊണ്ട് താടി മാറ്റാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രഷർ ഉണ്ടോ? അതെ പേര് തന്നെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് എപ്പോഴെങ്കിലും ആലോചന ഉണ്ടോ ഈ പേര് മാറ്റി താടിയൊക്കെ ഒന്ന് വടിച്ചാലോ എന്ന്? എന്റെ തൊട്ടതായി വേറൊരു കമന്റ് സൂസമ്മയായിരിക്കും പറഞ്ഞത് താടി വെട്ടാനെന്ന്. ആണ് അല്ല, സൂസമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തന്നിട്ടുണ്ടോ ഈ താടിയൊക്കെ ഒന്ന് വടിച്ചുള്ള ഈ മനുഷ്യനെ ഒന്ന് കാണാൻ സാധിച്ചെങ്കിൽ? 3 വർഷമായി ആ മുഖം ഒന്ന് കണ്ടിട്ട്, പ്രോപ്പർ മുഖം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ വെച്ചാൽ വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് നമുക്ക് അവസാനം താടി ഇല്ലാത്ത താടിക്കാരൻ എന്ന് പറയാം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എന്റെ പൊന്നു ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചി എപ്പോഴത്തൊട്ടാണ് ഈ പറഞ്ഞ പോലെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നെ പോലെ എല്ലാവരോടും മാന്യത കാണിക്കുക എന്ന് വീഡിയോയിൽ പറയാൻ തുടങ്ങിയ ഒരു സാഹചര്യം എന്തായിരുന്നു? എന്റെ മെയിൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ 2014 ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്ത് യൂട്യൂബിലായിട്ടിരിക്കുന്നത്. വീഡിയോ ക്വാളിറ്റി ഒക്കെ വളരെ അന്ന് സാംസങ്ങിന്റെ ഒരു സാധാരണ ഫോണാണ്. അതിലിങ്ങനെ മങ്ങിയ ഒരു വെളിച്ചത്തില് ഒരു ഭിത്തിയെ ചാരി ഇരുന്ന് ട്രൈപോഡ് താത്തി വെച്ച് എടുത്തിരിക്കുന്ന വീഡിയോ. ആംഗിൾ പോലും കറക്റ്റ് അല്ല, ഭയങ്കര വൃത്തിയായിട്ട ഒരു വീഡിയോ ആയിരുന്നു. എന്നുവെച്ചാൽ അപ്പിയറൻസ് വീഡിയോ കൊള്ളത്തില്ല, വിഷ്വൽസ് കൊള്ളത്തില്ല. ആ വീഡിയോ ഇട്ട് വളരെ കഷ്ടപ്പെട്ട് അതിനൊരു 100 വ്യൂസ് കിട്ടി. ഒരു ആഴ്ചയോ 10 ദിവസം കൊണ്ടെങ്ങാണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. കുറെ തെറി തന്നെ, നമ്മള് അന്ന് കേട്ടിട്ടില്ലാത്ത തെറികളെല്ലാം. അതിന്റെ ഏറ്റവും അവസാനം നിനക്ക് IELTS ഫുൾ ഫോം എന്താന്ന് അറിയാവോടി എന്നും പറഞ്ഞുകൊണ്ട്. നമ്പർ കണ്ടിട്ട് എനിക്ക് വളരെ ഡൗട്ട് ഉള്ളത് ഹോസ്റ്റലിലെ ഏതോ ഒരു കുട്ടി തന്നെയാണ് അത് ചെയ്തത്. നമ്മളിങ്ങനെ വീഡിയോക്കകത്ത് ഫ്രണ്ടിലിരുന്ന് കുറെ നാളെ ചെയ്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരുമെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. അങ്ങനത്തെ കുശും പിടിച്ച പിള്ളേരും ഉണ്ട്. അപ്പൊ അതിലാരോ ആണോ എന്നൊരു സംശയമുണ്ട്. മെസ്സേജ് കൊണ്ട് എല്ലാരും കാണിച്ചപ്പോഴും എല്ലാരും പറയുന്നുണ്ട് ചേച്ചി ഇത് നമ്മൾ ട്രൂ കോളറിൽ ഇട്ട് കണ്ട ആളുടെ പേര് കണ്ടുകൊണ്ടാണ് ഞങ്ങൾക്കൊരു സംശയം. പക്ഷെ അക്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതേ പേരിലുള്ള പലരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ ഒക്കത്തില്ല. എന്നാലും ഞങ്ങൾ അങ്ങ് ഊഹിച്ചു അത്രയും ധൈര്യത്തിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ. എന്തായാലും ആ ഒരു ഒറ്റ ഇൻസിഡന്റോടുകൂടി ഞാൻ വീഡിയോ എടുക്കല് നിർത്തി. അത്രയുണ്ട്. എനിക്കത് ഭയങ്കര എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റിനെ ഫേസ് ചെയ്തിട്ടില്ല. അതെങ്ങനെ റിപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ചു. 7 years കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് അച്ഛയുടെ അക്കൗണ്ട് ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഫേസ്ബുക്ക്. അപ്പൊ അച്ഛക്ക് വരാൻ തുടങ്ങി നെഗറ്റീവ് കമന്റ്സ് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ആൻസൈറ്റി വരുന്നുണ്ട്. അപ്പൊ അച്ഛ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, കമന്റുകൾക്ക് നല്ല റിപ്ലൈ കൊടുത്ത് നീ പഠിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എന്തിനാ ഈ പഠിക്കുന്നതെന്ന് ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല, പക്ഷെ നല്ല കമന്റ് കൊടുത്ത് നീ പഠിച്ചോ. അപ്പൊ അതായത് അവരെ ഒഫൻഡ് ചെയ്യിപ്പിക്കരുത്, എന്നാൽ അവർ പറയുന്ന ചോദ്യത്തിന്റെ നല്ലൊരു ഉത്തരം കൊടുക്കുക. അവരെ ഒഫൻഡ് ചെയ്യിപ്പിക്കരുത്, അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യരുത്, നല്ലതായിട്ട് അങ്ങ് കമന്റ് ചെയ്തോളാം. അത് പഠിച്ച് ഒരു റെഡിയായി ആ കമന്റ്സിനെ നേരിടാൻ ഒരു റെഡിയായ സമയം അപ്പൊ അച്ഛൻ പറഞ്ഞു ഇനി നീ വീഡിയോ ചെയ്ത് തുടങ്ങിക്കോളാം.